നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യത്തിലേക്ക് വരാം. ഇന്നത്തെ ഈ ഒരു സെഷന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറിലേക്ക് എന്തൊക്കെ പോസ്റ്റുകളാണ് അണ്ടർ ഗ്രാജുവേറ്റിൽ വരുന്നത്? ഹായ്, റെയിൽവേയിലെ വരായിരിക്കുന്ന നോട്ടിഫിക്കേഷൻസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആണ് RRB NTPC എക്സാംസ് നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ RRB റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി NTPC എക്സാംസ് എന്ന് പറയുന്നത് +2 ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും അതേപോലെ തന്നെ ഗ്രാജുവേഷൻ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും ഗ്രാജുവേറ്റ് ആയിട്ടുള്ളവർക്കും എഴുതാൻ പറ്റുന്ന ഒരു എക്സാമാണ് നമ്മുടെ ഈ ഒരു NTPC എക്സാം എന്ന് പറയുന്നത്. ഈ ഒരു NTPC എക്സാമിന്റെ ഗ്രാജുവേറ്റ് ലെവൽ എക്സാം നമുക്കിപ്പോൾ ലാസ്റ്റ് നമ്മുടെ ആ ഒരു ജൂണിൽ കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അടുത്ത വർഷത്തേക്കുള്ള അല്ലെങ്കിൽ നമ്മുടെ ഈ വർഷം വിളിച്ച അടുത്ത വർഷത്തേക്കുള്ള റിക്രൂട്ട്മെന്റിന് വേണ്ടി വിളിക്കുന്ന RRB NTPCയുടെ നോട്ടിഫിക്കേഷൻസ് നമുക്ക് RRBയുടെ കലണ്ടർ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സെപ്റ്റംബറോടെ ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്ത് ജൂലൈ ടു സെപ്റ്റംബറിന്റെ ഇടയ്ക്ക് ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം അതിന്റെ നോട്ടിഫിക്കേഷൻസ് വരും എന്നുള്ള രീതിയിലാണ് കലണ്ടറിൽ കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് മോസ്റ്റ്ലി സെപ്റ്റംബർ ലാസ്റ്റ് വീക്കോടോ അല്ലെങ്കിൽ വരായിരിക്കുന്ന ഒക്ടോബർ നവംബറോടോ നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരുപാട് പേരും ഈ ഒരു എക്സാംസിന്റെ പ്രിപ്പറേഷൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു, ഒരുപാട് പേര് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഈ ഒരു എക്സാം ആദ്യമായിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് പേര് കാണും. ഇപ്പോൾ ലാസ്റ്റ് ഇയർ എക്സാംസ് പ്രിപ്പയർ ചെയ്ത് എഴുതിയ ഒരുപാട് പേര് കാണും. പക്ഷേ കഴിഞ്ഞ വർഷത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ വർഷം നമുക്ക് ചില ചേഞ്ചസ് വരുന്നുണ്ട്, ഏജ് ലിമിറ്റിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ വർഷം പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നവർ അവർക്ക് വേണ്ടി എന്താണ് ഈ RRB NTPC എക്സാം, എന്താണ് ഇതിൻ്റെ അകത്ത് വരുന്ന പോസ്റ്റുകൾ, ഈ പോസ്റ്റുകളെ കുറിച്ചുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ, ബിക്കോസ് ഇതിൻ്റെ അകത്ത് ഒരു പോസ്റ്റ് അല്ല വരുന്നത്, പല പല പോസ്റ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ വട്ടം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവർ, പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയവർക്ക് വേണ്ടി. അപ്പോൾ അതിൽ തന്നെ ഓൾറെഡി നമ്മുടെ RRB NTPCയുടെ ഗ്രാജുവേറ്റ് ലെവൽ, നമ്മുടെ ഒരു ഗ്രാജുവേഷൻ ഡിഗ്രി ഉള്ള ഏതെങ്കിലും ഒരു ഗ്രാജുവേഷൻ ഡിഗ്രി ഉള്ള ഒരാൾക്ക് വരുന്ന എഴുതാൻ പറ്റുന്ന എക്സാം RRB NTPC ഗ്രാജുവേറ്റ് ലെവൽ, അതിൻ്റെ അകത്ത് എന്തൊക്കെ പോസ്റ്റുകൾ വരുന്നു എന്നുള്ളതിന്റെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഓൾറെഡി നമ്മൾ ചെയ്ത് കഴിഞ്ഞു. നിങ്ങളുടെ നോളജിന് വേണ്ടി അതിനെക്കുറിച്ച് അറിഞ്ഞ് മനസ്സിലാക്കി പ്രിപ്പയർ ചെയ്തു തുടങ്ങാൻ വേണ്ടി, എൻ്റെ സാലറി ആയാലും ശരി, എൻ്റെ ജോബ് പ്രൊഫൈൽ ആയാലും ശരി, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച്. അപ്പോൾ അത് ഇതുവരെ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ചാനലിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ RRB NTPC ഗ്രാജുവേറ്റ് ലെവലിന് അണ്ടറിൽ വരുന്ന എല്ലാ പോസ്റ്റുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് സിംഗിൾ വീഡിയോസ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റും. ഇപ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ അങ്ങനെയൊക്കെയുള്ള ഓരോരോ പോസ്റ്റുകൾ, ഇപ്പോൾ നമ്മുടെ NTPC ഈ ഒരു എക്സാംസ് എടുത്തു കഴിഞ്ഞാൽ ഇതിലെ ഏറ്റവും ബെസ്റ്റ് പോസ്റ്റാണ് നമ്മുടെ ഈ ഒരു നമ്മുടെ സ്റ്റേഷൻ മാസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്റ്റേഷൻ മാസ്റ്ററിന്റെ പോസ്റ്റിൽ വരുന്ന കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്, അതിന്റെ ഒരു പ്രൊമോഷൻ എങ്ങനെയൊക്കെയാണ്, സാലറി എങ്ങനെയൊക്കെയാണ്, ഇങ്ങനെയൊക്കെയുള്ള ഓരോ പോസ്റ്റിനെയും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റും. ചാനലിൽ ചെന്ന് അവിടെ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് അതൊക്കെ കണ്ടു നോക്കാവുന്നതാണ്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നതാണ്, മനസ്സിലാക്കാവുന്നതാണ്, അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങാവുന്നതാണ്. ഇനി ആ ഒരു ഗ്രാജുവേറ്റ് ലെവൽ നമ്മളെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ ബാക്കിയുള്ളത് അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൽ വരുന്ന ആ ഒരു അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റുകൾ ഏതൊക്കെയാണ് എന്നുള്ളതും അതിന്റെ ഓരോന്നായിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോസും ആണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഈ ഒരു അണ്ടർ ഗ്രാജുവേറ്റിന്റെ അണ്ടറിൽ വരുന്ന പോസ്റ്റുകൾ ഏതൊക്കെയാണ് അതിന്റെ ഒരു ജസ്റ്റ് ബ്രീഫ് ആയിട്ടുള്ള ഒരു ഓവറോൾ ഐഡിയ ആണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ഇത് കഴിഞ്ഞ് ഇതിന്റെ ഓരോ പോസ്റ്റുകളെ കുറിച്ചുള്ള വീഡിയോസ് ഇനി വരുന്ന ദിവസങ്ങളിൽ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്കത് ഡീറ്റെയിൽ ആയിട്ട് ഓരോ പോസ്റ്റിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ നിങ്ങളത് ഹെൽപ്പ് ചെയ്യും. പിന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കാൻ പറ്റുന്ന ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഗ്രാജുവേറ്റ് ലെവലിൽ വരുന്ന പല പോസ്റ്റുകളുടെയും ഒരു ലോവർ ലെവൽ പോസ്റ്റ് ആണ് നമ്മുടെ അണ്ടർ ഗ്രാജുവേറ്റിൽ വരുന്നത് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ അവിടെ ഒരു സീനിയർ പോസ്റ്റ് ആണെങ്കിൽ ഇവിടെ ഒരു ജൂനിയർ പോസ്റ്റ് ആണ് എന്ന് സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്ന രീതിയിലാണ് മോസ്റ്റ് ഓഫ് ദി പോസ്റ്റുകളും വരുന്നത്. പിന്നെ നമുക്ക് ചില പോസ്റ്റുകൾ നമുക്ക് ഇതുപോലെ റിമൂവ് ചെയ്തിട്ടുണ്ട്. മുമ്പുള്ള 2021 NTPC വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 2024-25 NTPCയിൽ ചില പോസ്റ്റുകൾ മാറ്റിയിട്ടുണ്ട്. ചില പോസ്റ്റുകളിലെ പേര് ചേഞ്ച് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ പുതിയ പോസ്റ്റുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ പല ചേഞ്ചസും വരാറുണ്ട്. സോ അങ്ങനത്തെ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെന്നുള്ളതും നമുക്ക് ഈ വരുന്ന നോട്ടിഫിക്കേഷൻസ് വരുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. നോട്ടിഫിക്കേഷൻ എങ്ങനെയായാലും നമുക്ക് 2 months അകത്ത് എക്സ്പെക്റ്റഡ് ആണ്. ബിക്കോസ് സെപ്റ്റംബർ വരെയാണ് ഡ്രാഫ്റ്റ് ഡേറ്റ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെപ്റ്റംബർ ലാസ്റ്റോടോ ഒക്ടോബർ നവംബറോടോ നമുക്ക് നോട്ടിഫിക്കേഷൻസ് എന്തായാലും വരും. അപ്പോൾ എന്തൊക്കെയാണ് ഈ അണ്ടർ ഗ്രാജുവേറ്റിന്റെ അണ്ടറിൽ വരുന്ന പോസ്റ്റുകൾ എന്നുള്ളതൊക്കെ നമുക്കൊന്ന് ഓവറോൾ നമുക്ക് ബ്രീഫായിട്ടൊന്ന് മനസ്സിലാക്കാം. പിന്നെ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് കമ്മിങ് ഡേയ്സിൽ നമുക്ക് ഓരോ പോസ്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാം. സോ ആദ്യം തന്നെ നമ്മുടെ ഈ ഒരു എന്താ പറയുക, നമ്മുടെ ഈ ഒരു റെയിൽവേയുടെ NTPC എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ കാണുന്നതാണ് RRB NTPCയുടെ അല്ലെങ്കിൽ RRBയുടെ എക്സാം കലണ്ടർ എന്ന് പറയുന്നത്. നമ്മുടെ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ആ ഒരു റിക്രൂട്ട്മെന്റ് കലണ്ടറാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ അതിൽ നമുക്ക് പല നോട്ടിഫിക്കേഷൻസ് ഓൾറെഡി വന്നു കഴിഞ്ഞു നമുക്ക് പറയാം. ഇപ്പോൾ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ഓൾറെഡി വിളിച്ചു കഴിഞ്ഞു, ടെക്നീഷ്യൻ ഓൾറെഡി വിളിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ വെയിറ്റ് ചെയ്യുന്ന 2 നോട്ടിഫിക്കേഷൻസ് ആണ്. ഈ ഒരു 2 നോട്ടിഫിക്കേഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി ഗ്രാജുവേറ്റും നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി
അണ്ടർ ഗ്രാജുവേറ്റും ഈ 2 പോസ്റ്റുകൾ. അപ്പോൾ നമ്മുടെ ഗ്രാജുവേറ്റ് ലെവൽ 4, 5, 6 പോസ്റ്റുകളാണ് കവർ ചെയ്യുന്നത്. അണ്ടർ ഗ്രാജുവേറ്റ് അതിന്റെ അടിയിലുള്ള ലെവൽ 2 ആൻഡ് ലെവൽ 3 പോസ്റ്റുകളാണ് കവർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇതിന്റെ ഒരു ഡ്രാഫ്റ്റ് പ്രിപ്പയർ ഉള്ള ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ജൂലൈ ടു സെപ്റ്റംബർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സെപ്റ്റംബർ സ്റ്റാർട്ട് ചെയ്തു. അപ്പം സെപ്റ്റംബറോടെ നമുക്ക് ഈ ഒരു ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്താ പറയുക, സെപ്റ്റംബർ ലാസ്റ്റ് വീക്കോടോ അല്ലെങ്കിൽ നമുക്ക് സെപ്റ്റംബറിൽ അതല്ലെങ്കിൽ വരുന്ന 2 മാസത്തിന് ഉള്ളിൽ എന്തെങ്കിലും ഡിലേ വന്നാലും വരുന്ന 2 മാസത്തിന്റെ ഉള്ളിൽ എന്തായാലും ഈ ഒരു നോട്ടിഫിക്കേഷൻസ് വരും. ബിക്കോസ് ഇതിന് മുമ്പുള്ള നോട്ടിഫിക്കേഷൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതും വരും. ഇതിന് ശേഷമുള്ള നോട്ടിഫിക്കേഷൻസ് ഉറപ്പായിട്ടും കറക്റ്റ് ആയിട്ട് തന്നെ വരും. ആസ് പെർ കലണ്ടർ കൊടുത്തേക്കുന്ന എല്ലാം നമുക്ക് കറക്റ്റ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. ആ ഒരു വലിയ വ്യത്യാസം ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻസ് വരുന്നുണ്ട്. സോ പ്രിപ്പയർ ചെയ്യുന്നവർ വളരെ കോൺഫിഡന്റ് ആയിട്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. നമുക്ക് മേ ബി കഴിഞ്ഞ വർഷത്തിനേക്കാളും കൂടുതൽ വേക്കൻസീസ് വരാൻ സാധ്യതയുണ്ട്. അതും എക്സ്പെക്ട് ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പോൾ പിന്നെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻസ് മാത്രം റെഫർ ചെയ്യുക. ഇടയ്ക്ക് ഒരുപാട് ഫേക്ക് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസും കട്ടൗട്ടൊക്കെ വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ന്യൂസ് പേപ്പർ കട്ടൗട്ട് പോലെയൊക്കെ ഫേക്ക് ആയിട്ടുള്ളതും അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ വരുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളതൊന്നും വിശ്വസിക്കാതിരിക്കുക. ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വരുന്ന കാര്യങ്ങൾ മാത്രം വിശ്വസിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സ് അറിയണമെങ്കിൽ ലൈക്ക് അത് വരുമ്പോൾ തന്നെ അതിൻ്റെ ശരിക്കുള്ള അപ്ഡേറ്റ്സ് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ചാനൽ ഫോളോ ചെയ്യാവുന്നതാണ്. ചാനൽ ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് വരുമ്പോൾ ഇപ്പോൾ NTPC മാത്രമല്ല SSC ആയാലും ശരി ബാക്കിയുള്ള എക്സാംസ് ആയാലും ശരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസോ അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളോ അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഇൻഫർമേഷൻസോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ചാനലിൽ നിന്നും അറിയാൻ പറ്റും. സോ ആദ്യമായിട്ട് ഈ ഒരു ചാനലിലേക്ക് വന്നവരാണെങ്കിലും ഡെഫിനറ്റ്ലി ചാനൽ ഫോളോ ചെയ്യുക. അപ്ഡേറ്റ്സ് ഒന്നും തന്നെ മിസ്സാവാതിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർലി അത് അറിയാൻ പറ്റും. എന്തെങ്കിലും പുതിയൊരു അപ്ഡേറ്റ് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു നോട്ടിഫിക്കേഷൻസ് ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പുതിയ നോട്ടിഫിക്കേഷൻ വന്നു അല്ലെങ്കിൽ അതിലൊരു പുതിയ അപ്ഡേറ്റ് വന്നു എന്നുള്ളത് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് അറിയാനും നിങ്ങളെ അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങളും അപ്ഡേറ്റഡ് ആയിരിക്കും. വരുന്ന എക്സാംസിനെ കുറിച്ചും അതിൽ വരുന്ന അപ്ഡേറ്റ്സിനെ കുറിച്ചും ഒക്കെ തന്നെ നിങ്ങൾ അപ്ഡേറ്റഡ് ആയിരിക്കും. ആൻഡ് ആ അപ്ഡേറ്റ്സ് അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, ഒരിക്കലും പഴയ പോലെ എന്നൊരു ആംഗിളിൽ മാത്രം പോവാതെ എന്തൊക്കെ അതിൽ ചേഞ്ചസ് വരുന്നു. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കുറേ പോസ്റ്റുകൾ വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വട്ടം. അതേപോലെ ഏജ് ലിമിറ്റിൽ ഈ വട്ടം കുറച്ച് വ്യത്യാസങ്ങൾ വരും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ ഒരു നോട്ടിഫിക്കേഷൻ വരുന്ന ഫേക്ക് ആണോ അല്ലെ അതോ ഒറിജിനൽ ആണോ എന്നുള്ളത് കൂടി മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് ഇപ്പൊ റീസെന്റ് വന്നൊരു ഫേക്ക് നോട്ടിഫിക്കേഷൻ, ആ ഒരു നോട്ടിഫിക്കേഷൻ ഫേക്ക് ആണെന്നുള്ളത് നമ്മൾ ഈ ഒരു നോളജ് വെച്ചുകൊണ്ടാണ് മനസ്സിലാക്കുന്നത്. നമുക്കത് കാണുമ്പോൾ തന്നെ പെട്ടെന്ന് മനസ്സിലാവും ഓക്കെ ഇത് ഫേക്ക് ആണ്, ഇവിടെ മിസ്റ്റേക്സ് ഉണ്ട് ആ ഫേക്ക് ആയിട്ടുള്ള നോട്ടിഫിക്കേഷനിൽ എന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് അതിന്റെ ഒരു ഡേറ്റ്സിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യുന്നത് ഇതിന്റെ ആ ഒരു പോസ്റ്റുകളെ കുറിച്ച്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ RRB NTPC എക്സാംസിൽ നമുക്ക് മെയിൻ ആയിട്ട് 2 ടൈപ്പ് പോസ്റ്റുകളാണ് വരുന്നത്. ഒന്ന് അണ്ടർ ഗ്രാജുവേറ്റ് +2 ക്വാളിഫിക്കേഷൻ ഉള്ള ഏതൊരാൾക്കും എഴുതാൻ പറ്റുന്ന എക്സാം ആണ് അണ്ടർ ഗ്രാജുവേറ്റ് എക്സാം എന്ന് പറയുന്നത്. പക്ഷെ +2 ക്വാളിഫിക്കേഷൻ വേണം. ക്ലിയർലി നോട്ടിഫിക്കേഷൻ ക്ലിയർ ആയിട്ട് പറയാറുണ്ട് 12th ക്വാളിഫിക്കേഷൻ വേണം, 12th പാസ് ആയിരിക്കണം എന്നുള്ളത് ക്ലിയർലി പറയുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് വേണം. അപ്പൊ അങ്ങനെ 12th പാസ് ആയിട്ടുള്ള ഏതൊരാൾക്കും എഴുതാൻ പറ്റുന്ന ഒരു എക്സാം ആണ് അണ്ടർ ഗ്രാജുവേറ്റ് എക്സാം എന്ന് പറയുന്നത്. ഇനി ഗ്രാജുവേറ്റ് ലെവൽ നിങ്ങൾക്കറിയാം, ഏതെങ്കിലും ഒരു ഡിഗ്രിയിൽ ഉള്ളവർക്ക്, ഏതെങ്കിലും ഒരു ഗ്രാജുവേഷൻ ഡിഗ്രി ഉള്ളവർക്ക് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന എക്സാം ആണ് ഗ്രാജുവേറ്റ് ലെവൽ എന്ന് പറയുന്നത്. ഇനി ഗ്രാജുവേറ്റ് ലെവലുകാർക്ക് ഉറപ്പായിട്ടും ഏതും എഴുതാൻ പറ്റും, അണ്ടർ ഗ്രാജുവേറ്റും എഴുതാൻ പറ്റും. അതാണ് അവർക്ക് കിട്ടുന്നൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പം ഇനി ഇതിലെ ഏജ് ലിമിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് കഴിഞ്ഞ വർഷം ഏജ് ലിമിറ്റ് 3 വർഷം റിലാക്സേഷൻ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു കോവിഡ് കാരണം. പക്ഷേ ഈ വട്ടം ആ റിലാക്സേഷൻ ഉണ്ടായിരിക്കത്തില്ല. ബിക്കോസ് ആ നോട്ടിഫിക്കേഷനിൽ അന്നത് എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊരു 1 ടൈം മെഷർ ആണ് എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒറ്റ തവണത്തേക്കുള്ള ഒരു മെഷറാണ്, കോവിഡ് കാരണം വന്ന ആ ഇഷ്യൂ ഒന്ന് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മെഷറാണ് അതെന്ന് പറയുന്നത്. പക്ഷെ അല്ലാതെ ഇതിന് ശേഷം അത് ഉണ്ടായിരിക്കത്തില്ല എന്നുള്ളത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ റീസെന്റ് ഒരു ഫേക്ക് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ വന്ന സമയത്തും സംഭവിച്ചത് എന്താന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ അതേ ഏജ് ലിമിറ്റ് അതേപോലെ എടുത്തിട്ടുണ്ടായിരുന്നു. ആ സെന്റൻസ് എല്ലാം അതേപോലെ കോപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിലും എഴുതിയിട്ടുണ്ടായിരുന്നു 1 ടൈം മെഷർ എന്ന്. 1 ടൈം മെഷർ 2 വട്ടം വരത്തില്ല. അപ്പൊ അത് കാണുമ്പോൾ തന്നെ നമുക്കത് ഫേക്ക് ആണെന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാക്കാനൊക്കെ നമ്മളെ അത് ഹെൽപ്പ് ചെയ്യും. അപ്പൊ അറിഞ്ഞിരിക്കുക, കഴിഞ്ഞ വട്ടത്തെ ഏജ് ലിമിറ്റ് അണ്ടർ ഗ്രാജുവേറ്റിന്റെ കേസിൽ 33 വയസ്സ് വരെ ആയിരുന്നു. പക്ഷെ ഈ വട്ടം അത് 33 വയസ്സ് വരെ കാണത്തില്ല. ഈ വട്ടം അത് എത്ര വരെ കാണത്തുള്ളൂ? 30 വയസ്സ് വരെ കാണത്തുള്ളൂ. അപ്പൊ 30 വയസ്സ് വരെ ഉള്ളവർക്കാണ് അത് എഴുതാൻ പറ്റുന്നത് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അതുപോലെ ഗ്രാജുവേറ്റ് ലെവലിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ വർഷം 36 വയസ്സ് വരെ ഉള്ളവർക്ക് എഴുതാൻ പറ്റുമായിരുന്നു. പക്ഷെ ഈ വർഷം 36 വരെ പറ്റത്തില്ല. 33 വയസ്സ് വരെ ഉള്ളവർക്കായിരിക്കും ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റുകൾ എഴുതാൻ പറ്റുന്നത്. അപ്പൊ ഏജ് ലിമിറ്റ് വരുമ്പോൾ ഈ ഒരു ഏജ് ലിമിറ്റ് ആയിരിക്കും അവിടെ വരാൻ പോകുന്നത്. അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് ആ ഒരു ഏജ് ലിമിറ്റ് മനസ്സിലാക്കാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം മേ ബി ഇതിന്റെ അടുത്ത് വരുന്നവരുടെ ഏജ് ലിമിറ്റ് മനസ്സിലാക്കാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അതിനകത്ത് ഒരു ഡേറ്റ് കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ ഡേറ്റ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് 30 വയസ്സായോ അല്ലെങ്കിൽ 33 വയസ്സായോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. പക്ഷേ ആ ഒരു ഡേറ്റ് എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ വരാൻ നേരത്തെ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. പക്ഷെ മോസ്റ്റ്ലി ആ തരാൻ സാധ്യതയുള്ള ഒരു ഡേറ്റ് എന്ന് പറയുന്നത് January 1, 2026 ആയിരിക്കും തരാൻ സാധ്യതയുള്ള ഒരു ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ January 1, 2026ഓടെ നിങ്ങളുടെ ഏജ് 30 ഇയേഴ്സ് വരെ ആണോ
എന്നുള്ളത്, അല്ലെങ്കിൽ 33 ഇയേഴ്സ് വരെ ആണോ എന്നുള്ള രീതിയിൽ ചെക്ക് ചെയ്തിട്ടായിരിക്കും നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. പക്ഷെ നിങ്ങൾക്കറിയാം, നമ്മുടെ സാധാരണ ബാക്കിയുള്ള എക്സാംസ് ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അവിടെ കിട്ടുന്നതിനേക്കാളും കൂടുതൽ ഒരു ഏജ് റിലാക്സേഷൻ ആണ്, അല്ലെങ്കിൽ ഏജ് ലിമിറ്റ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റും ആക്ച്വലി. നമ്മുടെ നമുക്കറിയാം, ഇപ്പൊ SSC എക്സാംസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ ഒരു 28 വയസ്സ് വരെ എന്നൊക്കെ ഉള്ളതാണ് നമുക്ക് യൂഷ്വലി നമ്മുടെ ഒരു +2 ലെവൽ എക്സാംസിനൊക്കെ വരുന്ന ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് 30 വയസ്സ് വരെ കിട്ടുന്നുണ്ട്. അതുപോലെ യൂഷ്വലി ഗ്രാജുവേറ്റ് ലെവലൊക്കെ ആണെങ്കിൽ നമുക്ക് 30 വയസ്സ് വരെയൊക്കെ പറ്റത്തുള്ളൂ. SSC എക്സാംസ് ഒക്കെ ആണെങ്കിൽ, ബാങ്കിന്റെ ഓഫീസ് ലെവൽ എക്സാം ഒക്കെ ആണെങ്കിൽ. പക്ഷെ ഇവിടെ 33 വയസ്സ് വരെ പറ്റും. അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു എക്സ്ട്രാ 2 അല്ലെങ്കിൽ എക്സ്ട്രാ 3 ഇയേഴ്സ് ആണ് നമുക്കിവിടെ കിട്ടുന്ന. റെയിൽവേ ആണ് ഏറ്റവും കൂടുതൽ ഒരു ഏജ് ലിമിറ്റ് ഓഫർ ചെയ്യുന്നത്, എക്സാംസിന് വേണ്ടി, ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി ഓഫർ ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റും. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഈ ഒരു ഡേറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ഈ ഒരു ഏജ് ലിമിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നുള്ള ഒരുപാട് ആ ഏജ് ലിമിറ്റിൽ കൺഫ്യൂഷൻ ഉണ്ട്. ഇതേപോലത്തെ ഇടയ്ക്ക് ഫേക്ക് നോട്ടിഫിക്കേഷൻ കൂടി വരുമ്പോൾ അത് കണ്ട് കൺഫ്യൂഷൻ കൂടാറുമുണ്ട്. അപ്പോൾ അറിഞ്ഞിരിക്കുക, അത് കഴിഞ്ഞ വർഷം മാത്രം ഉണ്ടായിരുന്ന ഒരു വൺ ടൈം മെഷർ ആയിരുന്നു. ഈ വട്ടം 33 36 വയസ്സ് വരെ ഉണ്ടായിരിക്കത്തില്ല. ഈ വട്ടം 33 വയസ്സ് വരെ കാണത്തുള്ളൂ. ഗ്രാജുവേറ്റ്സിന്, അണ്ടർ ഗ്രാജുവേറ്റ്സിനാണെങ്കിൽ 30 വയസ്സ് വരെ മാത്രമേ കാണത്തുള്ളൂ. അത് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ തന്നെ ഞാൻ കാണിച്ചു തരാൻ പറ്റും. നോട്ടിഫിക്കേഷനിൽ തന്നെ ഇപ്പോൾ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല, പക്ഷേ കഴിഞ്ഞ വർഷത്തെ നോട്ടിഫിക്കേഷൻ തന്നെ അത് വളരെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ തന്നെ നമുക്കത് അറിയാൻ പറ്റും. അപ്പോൾ ഇനി സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും. നമുക്ക് 2 എക്സാംസ് ആണ് വരുന്നത്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് 1ഉം അത് ക്ലിയർ ചെയ്യുന്നവർക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് 2 ആയിരിക്കും വരുന്നത്. പിന്നെ സ്കിൽ ടെസ്റ്റിലേക്ക് വരുമ്പോൾ ചില പോസ്റ്റുകൾക്കെങ്കിലും സ്കിൽ ടെസ്റ്റ് കാണും. ഇപ്പം ടൈപ്പിംഗുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ചില പോസ്റ്റുകൾ കാണും. അപ്പോൾ അതിന് ടൈപ്പിംഗ് ടെസ്റ്റ് കാണും. അപ്പോൾ അങ്ങനെയുള്ള സ്കിൽ ടെസ്റ്റുകൾ കാണും. വൺസ് അതും ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ യൂഷ്വലി ഉള്ള ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആൻഡ് മെഡിക്കൽ ആണ് പിന്നെ അവിടെ വരുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത്. സോ സെലക്ഷൻ പ്രോസസ്സ് നമുക്കൊരു 5 ലെവൽ ഓഫ് പ്രോസസ്സ് എന്ന് പറഞ്ഞാലും എക്സാം നോക്കുമ്പോൾ നമുക്ക് 2 ലെവലിലാണ് നടക്കുന്നത്. സ്കിൽ ടെസ്റ്റ് നോക്കുമ്പോൾ 1 ലെവലിലും, പിന്നെ ബാക്കിയുള്ള യൂഷ്വൽ പ്രൊസീജിയർ ആയ ഡോക്യുമെന്റ് വെരിഫിക്കേഷനും മെഡിക്കലും ആണ് നമുക്ക് അവിടെ വരുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എക്സാം ആണ്. നിങ്ങൾക്കറിയാം, അപ്പോൾ എക്സാമിലേക്ക് വരുമ്പോൾ എക്സാം എങ്ങനെയാണ് നടക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്കിവിടെ 3 ഏരിയ ആണ് പഠിക്കാൻ വേണ്ടിയുള്ളത്. ഒന്ന് നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ മാത്തമാറ്റിക്സിന്റെ ഏരിയ, പിന്നെ റീസണിംഗിന്റെ ഏരിയ, ജനറൽ അവയർനെസിന്റെ ഏരിയ. ഇംഗ്ലീഷ് ഇല്ല, അതാണ് ഈ എക്സാംസിലേക്ക് വരുമ്പോൾ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത്. ഇനി നമുക്ക് മാത്സിന് 30 ക്വസ്റ്റ്യൻ വരും, റീസണിംഗ് 30 ക്വസ്റ്റ്യൻ വരും, നമ്മുടെ ജനറൽ അവയർനെസ്സിൽ നിന്ന് 40 ക്വസ്റ്റ്യനാണ് വരുന്നത്. 100 ക്വസ്റ്റ്യൻ, ഓരോ ക്വസ്റ്റിനും 1 മാർക്ക് വെച്ച് 100 മാർക്ക്. 1.5 മണിക്കൂറാണ് നമുക്ക് ഇവിടെ തരുന്ന സമയം എന്ന് പറയുന്നത്. അത് അഗെയിൻ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. 1.5 അവർ എന്ന് പറയുമ്പോൾ യൂഷ്വലി 100 ക്വസ്റ്റിന് നമുക്ക് 1 മണിക്കൂറാണ് ബാക്കി എക്സാംസ് ഒക്കെ ഓഫർ ചെയ്യുന്നെങ്കിൽ ഇവിടെ 1.5 മണിക്കൂർ ഓഫർ ചെയ്യുന്നുണ്ട് നമുക്ക് ഈ പറഞ്ഞ എക്സാംസ്, NTPC എക്സാമിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ എക്സാം കുറച്ചുകൂടി എളുപ്പമാവുന്നതിന്റെ ഒരു റീസൺ കൂടി അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഡെഫിനറ്റ്ലി കുറച്ചുകൂടിയൊക്കെ സമയം, എന്താ പറയാ, കുറച്ചുകൂടി സമയം കിട്ടുന്ന ഒരു എക്സാം ആണ് NTPC എക്സാംസ് എന്ന് പറയാം. അപ്പോൾ അതും ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി. പിന്നെ നമുക്കിവിടെ നെഗറ്റീവ് മാർക്കിംഗും ഉണ്ട് എന്നുള്ളത് അറിഞ്ഞിരിക്കാം. നെഗറ്റീവ് മാർക്കിംഗ് നമുക്ക് 1/3 ആണ് നെഗറ്റീവ് മാർക്ക്. യൂഷ്വലി ബാക്കിയുള്ള എക്സാംസിൽ 1/4 ആണെങ്കിൽ 1/3 എന്ന് പറഞ്ഞാൽ റൈറ്റ് ആൻസർ ആണെങ്കിൽ നമുക്ക് 1 മാർക്ക് കിട്ടും, പക്ഷെ തെറ്റാണെങ്കിൽ നമുക്ക് 0.33 ആയിരിക്കും പോകുന്നത്. റൈറ്റ് ആൻസർ ആണെങ്കിൽ 1 മാർക്ക് കിട്ടും, പക്ഷെ തെറ്റാണെങ്കിൽ 0.33. സാധാരണ എക്സാംസിൽ 0.25 ആണ് പോകുന്നതെങ്കിൽ ഇവിടെ 0.33 ആണ് പോകുന്നത്, കൂടുതലാണ് പോകുന്നത്. അപ്പോൾ അതും അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഒരുപാട് കറക്കി കുത്താനോ അല്ലെങ്കിൽ അങ്ങനെ ലക്ക് ചെക്ക് ചെയ്യാനുള്ള ഫാക്ടേഴ്സ് ഒന്നും വരുന്നില്ല. നമുക്ക് അവിടെ ഭയങ്കരമായിട്ട് മാർക്ക് കുറയും നമ്മൾ അങ്ങനെ ചെക്ക് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ. അതും അറിഞ്ഞിരിക്കും. ഇനി നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യത്തിലേക്ക് വരാം. ഇന്നത്തെ ഈ ഒരു സെഷന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറിലേക്ക്, എന്തൊക്കെ പോസ്റ്റുകളാണ് അണ്ടർ ഗ്രാജുവേറ്റിൽ വരുന്നത്. നമുക്കിവിടെ 4 പോസ്റ്റുകളാണ് അണ്ടർ ഗ്രാജുവേറ്റ് വരുന്നത് കഴിഞ്ഞ വർഷം വന്നിട്ടുള്ള അപ്ഡേറ്റ് അനുസരിച്ച്. ഓക്കെ, അതിന് മുമ്പ് ഇവിടെ 5 പോസ്റ്റുകൾ ഉണ്ടായിരുന്നു, ഇപ്പൊ 4 പോസ്റ്റുകളാണ് നമുക്ക് വരുന്നത്. ഇനി ഈ വർഷം വരുന്ന സമയത്ത് എന്തെങ്കിലും പുതിയ പോസ്റ്റുകൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പൊ എന്തൊക്കെ പോസ്റ്റുകളാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്കിന്റെ പോസ്റ്റ് വരുന്നുണ്ട്, അതുപോലെ അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റിന്റെ പോസ്റ്റ് വരുന്നുണ്ട്, അതുപോലെ ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റും, അതുപോലെ ട്രെയിൻസ് ക്ലർക്കും. ഇങ്ങനെ 4 പോസ്റ്റുകളാണ് വരുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് എന്നുള്ള പോസ്റ്റ് ആണ് നമ്മുടെ ലെവൽ 3 വരുന്ന പോസ്റ്റ്. ബാക്കിയുള്ള 3 പോസ്റ്റുകളും ലെവൽ 2 വരുന്ന പോസ്റ്റുകളാണ്. അപ്പൊ അതിന്റെയും സാലറിയിൽ ആ ഒരു വ്യത്യാസം വരും. നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിന്റെ ബേസിക് പേ അല്ലെങ്കിൽ ഇനിഷ്യൽ പേ ആണ് ആ കൊടുത്തേക്കുന്നത്. ഒരിക്കലും വിചാരിക്കില്ല അതാണ് നമുക്ക് കിട്ടുന്ന സാലറി എന്ന് വിചാരിക്കില്ല. ഓക്കെ, ഇനിഷ്യൽ പേ എന്ന് പറയുന്ന ആ ഒരു ലെവൽ 3 21,700 ആൻഡ് ലെവൽ 2 19,900 ആണ്. പിന്നെ അതിന്റെ കൂടെ ബാക്കിയുള്ള അലവൻസുകളെല്ലാം ചേരും എന്ന് പറഞ്ഞാൽ ഡിയറൻസ് അലവൻസും ബാക്കി HRO അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള ബാക്കിയുള്ള സ്പെഷ്യൽ അലവൻസുകളും കാര്യങ്ങളും എല്ലാം ചേരും. ഇപ്പൊ അങ്ങനെ ചേരുമ്പോഴത്തേന്ന് ആ ഒരു സാലറി എന്ന് പറയുന്നത് ഏകദേശം
നമുക്കൊരു എന്താ പറയുക 30,000 to 45,000 50,000 ഇടയ്ക്കായിട്ട് ആ ഒരു സാലറീസ് എല്ലാം വരും. 30 to 45 ഇടയ്ക്കായിട്ട് നമുക്ക് ആ സാലറീസ് ഒക്കെ തന്നെ എത്തും. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമുക്ക് അതിന്റെ ഒരു സാലറി സ്കെയിൽ വരുന്നത്. ഒരിക്കലും അതല്ല അതിന്റെ സാലറി എന്ന് പറയുന്നത്, അതൊരു ഇനീഷ്യൽ പേ മാത്രമാണ്, ബേസിക് പേ, ആ ലെവലിലുള്ള ബേസിക് പേ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഇനി ഇതിനൊക്കെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സും അവിടെ കൊടുത്തിട്ടുണ്ട്. ആ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് കുറിച്ചുള്ള വീഡിയോസും നിങ്ങൾക്ക് ചാനലിൽ കാണാൻ പറ്റും. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഓക്കെ, നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും, നമുക്ക് ശരിക്കുള്ള നോർമൽ കോഴ്സിലുള്ള ഏജ് ലിമിറ്റ് എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. 18 തൊട്ട് 30 വയസ്സ് വരെ എന്നാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, പക്ഷെ ഇവിടെ ഞാൻ 2 ഏരിയാസ് ഒന്ന് കളർ ആക്കി ഒരു എന്താ പറയുക ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും, 2025 ഇത് കൊടുത്തേക്കുന്നത്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ജനുവരി 1 വെച്ചാണ് അന്ന് ആ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് അത് റെഫറൻസ് ഒരു ഡേറ്റ് ആയിട്ട് വെച്ചിരുന്നത് അതാ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഈ വർഷം അത് വരുമ്പോൾ മിക്കവാറും ജനുവരി 1 2026 ആയിരിക്കും റെഫറൻസ് ഡേറ്റ് എന്ന് പറയുന്നത്. ഇനി കഴിഞ്ഞ വട്ടം എന്തായിരുന്നു സ്പെഷ്യൽ എന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, 18 തൊട്ട് 33 വയസ്സ് വരെ എഴുതാൻ പറ്റുമായിരുന്നു അണ്ടർ ഗ്രാജുവേറ്റുകാർക്ക്, ആൻഡ് ഗ്രാജുവേറ്റുകാർക്ക് 36 വയസ്സ് വരെ. പക്ഷേ ഈ വട്ടം അത് അങ്ങനെ ആയിരിക്കത്തില്ല. അത് അവിടെ നമുക്ക് ആ നോട്ടിഫിക്കേഷൻ്റെ അടിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊരു വൺ ടൈം മെഷർ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഈ വർഷം നമുക്ക് ലഭിക്കുന്നതായിരിക്കത്തില്ല. ഈ വർഷം നമുക്ക് നോർമൽ ആയിട്ടുള്ള ഏജ് ലിമിറ്റ് ആയിരിക്കും എല്ലാവർക്കും കിട്ടാൻ പോകുന്നത്. അപ്പൊ ഇത് അൺറിസർവ്ഡ് അല്ലെങ്കിൽ ജനറൽ കാറ്റഗറിക്കാണ് 30 വയസ്സ് എന്ന് പറയുന്നത്. നിങ്ങളൊരു OBC കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ അവിടെ ഒരു 3 വർഷം കൂടി കിട്ടും, എന്ന് കഴിഞ്ഞാൽ 33 വയസ്സ് വരെ എഴുതാൻ പറ്റും. അതല്ല നിങ്ങളൊരു SC/ST കാറ്റഗറി വരുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ 5 വർഷം വരെ കിട്ടും, എന്ന് കഴിഞ്ഞാൽ 35 വയസ്സ് വരെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അപ്പോൾ അതായിരിക്കും ഈ വർഷത്തെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. പിന്നെ കഴിഞ്ഞ വട്ടത്തെ വേക്കൻസീസ് ആണ് കൊടുത്തിരുന്നത്, ഓരോ പോസ്റ്റിനും ഉണ്ടായിരുന്ന വേക്കൻസി എത്ര ആയിരുന്നു ആൻഡ് ടോട്ടൽ വേക്കൻസി എത്ര ആയിരുന്നു എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. ഈ വട്ടം ആ വേക്കൻസീസ് നമുക്ക് എങ്ങനെ ആയിരിക്കും, കൂടുകയോ കുറയോ എന്നുള്ളത് നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇവിടെ വരുന്ന പോസ്റ്റുകൾ എന്ന് പറയുന്നത്. ഇപ്പോൾ കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക്, അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റും, ട്രെയിൻസ് ക്ലർക്കും. അപ്പോൾ ഇതിന്റെയൊക്കെ തന്നെ ഓരോ പോസ്റ്റിനെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ, ഇതിന്റെയൊക്കെ സീനിയർ പോസ്റ്റുകളുടെ എന്ന് പറഞ്ഞാൽ ഗ്രാജുവേറ്റ് ലെവലിൽ ഇതേ പോസ്റ്റുകൾ വരുന്നുണ്ട്. ഓക്കെ, അത് ഇതിന്റെയൊക്കെ ഒരു സീനിയർ പോസ്റ്റ് ആണെന്ന് പറയാം, അതിന്റെ ജൂനിയർ പോസ്റ്റുകളാണ് ഇവിടെ. അപ്പോൾ ആ ഒരു ഇതിന്റെയൊക്കെ സീനിയർ പോസ്റ്റുകൾ എങ്ങനെയാണ്, ഗ്രാജുവേറ്റ് ലെവലിൽ വരുന്ന പോസ്റ്റുകൾ എങ്ങനെയാണ് എന്നുള്ളതിന്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഓൾറെഡി ചാനലിലുണ്ട്. ഓരോ പോസ്റ്റിനെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ചാനലുണ്ട്. നിങ്ങൾക്ക് ഈ ചാനലിൽ തന്നെ ചാനലിന്റെ പേജിൽ ചെന്നിട്ട് അവിടെ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് ആ വീഡിയോസ് ഒക്കെ കണ്ടു നോക്കാവുന്നതാണ്. നിങ്ങൾ ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ പോസ്റ്റ് എന്താണ് എന്നുള്ളത് കൂടി നിങ്ങൾക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും, നിങ്ങളുടെ പ്രിപ്പറേഷൻ കുറച്ചുകൂടി ബൂസ്റ്റ് ചെയ്യാനും അതിൽ പറയുന്ന സാലറീസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ട് മനസ്സിലാക്കി അതൊരു മോട്ടിവേഷൻ ആയിട്ട് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അത് ഗ്രാജുവേറ്റ് ലെവലിലേക്ക് വരുമ്പോൾ അപ്പോൾ അതെല്ലാം തന്നെ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങളുടെ ആ ഒരു അറിഞ്ഞിരിക്കാനും അതിനെക്കുറിച്ച് അറിഞ്ഞ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഇനി ഈ ഒരു പോസ്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് അതിൻ്റെയൊക്കെ തന്നെ ജൂനിയർ പോസ്റ്റുകളാണ്. സോ അതിന്റെ അടിയിലായിട്ട് വരും, ഏകദേശം ജോബ് പ്രൊഫൈൽ അത് തന്നെ ആയിരിക്കും എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അതിന്റെ ജൂനിയർ ആയിട്ടായിരിക്കും, ലൈക്ക് ആ ഒരു സീനിയർ ജൂനിയർ ആയിട്ടായിരിക്കും ഈ ഒരു പോസ്റ്റിലൊക്കെ തന്നെ വർക്ക് ചെയ്യാൻ പോകുന്നത്. പക്ഷെ അതിന്റെ ഒരു ഏകദേശം എന്തായിരിക്കും ആ ജോബ് പ്രൊഫൈൽ എന്നുള്ളത് നിങ്ങൾക്ക് ഓരോ കാണുന്ന പോസ്റ്റുകളുടെയും സീനിയർ ആയിട്ടുള്ള ആ ഒരു പോസ്റ്റുകളുടെ വീഡിയോസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുകയും ചെയ്യും. ഓക്കെ, ഇനി ഈ ഒരു പോസ്റ്റുകളിലേക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഫ്യൂച്ചർ എങ്ങനെ ആയിരിക്കും, ലൈക്ക് ഒരു ഫ്യൂച്ചർ ഗ്രോത്ത് എങ്ങനെ ആയിരിക്കും എന്ന് കൂടി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാണ് ഈ ഒരു സെഷനിൽ തന്നെ. അപ്പൊ അതും അറിഞ്ഞിരിക്കാം, ലൈക്ക് അതും ഒരു മോട്ടിവേഷൻ ആണ് ഇതിനെക്കുറിച്ച് പ്രിപ്പയർ ചെയ്യുമ്പോൾ. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഏജ് ലിമിറ്റ് മനസ്സിലായി, സാലറി മനസ്സിലായി, ഏകദേശം സാലറി ഏകദേശം എത്ര വരും എന്നുള്ളത്. ഇനി ഇതിൽ നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പോസ്റ്റിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു പ്രൊമോഷൻ എങ്ങനെ ആയിരിക്കും എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാം, ലൈക്ക് നമ്മുടെ ഒരു ഗ്രോത്ത് എങ്ങനെ ആയിരിക്കും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ജൂനിയർ ക്ലർക്ക് ടൈപ്പിസ്റ്റ്. അപ്പോൾ അവിടെ ടൈപ്പിസ്റ്റ് കൂടി ആയതുകൊണ്ട് അവർക്ക് സ്കിൽ ടെസ്റ്റ് കാണും, ടൈപ്പിസ്റ്റിന്റെ സ്കിൽ ടെസ്റ്റ് കാണും. അതാണ് നേരത്തെ പറഞ്ഞ സ്കിൽ ടെസ്റ്റ്, അതാത് പോസ്റ്റുകൾക്ക് അതിന് അനുസരിച്ചുള്ള സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞത്. ഇനി അവിടെ എങ്ങനെയാണ് വരുന്നത്, നമുക്ക് സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് എന്നുള്ള പോസ്റ്റിലേക്കായിരിക്കും നമ്മൾ ഈ ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ആയിട്ടുള്ള ആള് പ്രൊമോഷനായി പോകുന്നത്. ആൻഡ് ആൾക്ക് എവിടെ വരെ എത്താൻ പറ്റും, ആൾക്ക് ഫ്യൂച്ചറിൽ ഗ്രോ ചെയ്ത് എവിടെ വരെ എത്താൻ പറ്റും, അസിസ്റ്റന്റ് സ്റ്റേഷൻ മാസ്റ്റർ ആയിട്ട് വരെ. ഓക്കെ, നിങ്ങൾക്ക് ഒരു സ്റ്റേഷന്റെ ഏറ്റവും നല്ല പോസ്റ്റാണ് സ്റ്റേഷൻ മാസ്റ്റർ എന്ന് പറയുന്ന പോസ്റ്റ്. അപ്പൊ അതിൽ തന്നെ അസിസ്റ്റന്റ് സ്റ്റേഷൻ മാസ്റ്ററിന്റെ പോസ്റ്റ് വരെ എത്താൻ പറ്റും. ഈ ഒരു +2 ക്വാളിഫിക്കേഷൻ വെച്ചുകൊണ്ട് ഈ ഒരു ജോലിയിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചറിൽ നമ്മുടെ ഗ്രോത്ത് ഇവിടെ വരെ എത്താനാണ്, നമുക്കവിടെ പ്രൊമോഷൻസ് വരെ നമുക്ക് അവിടെ എത്താൻ പറ്റും. ഇനി അതേപോലെ അടുത്ത അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ആണെങ്കിൽ സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ആയിരിക്കും അടുത്ത പ്രൊമോഷൻ. അതിനുശേഷം ചീഫ് ട്രെയിൻ ക്ലർക്ക് ആയിരിക്കും അടുത്ത്. അതിനുശേഷം അസിസ്റ്റന്റ് സ്റ്റേഷൻ മാസ്റ്ററോ അല്ലെങ്കിൽ ഗുഡ്സ് ഗാർഡ്, അല്ലെങ്കിൽ ഇപ്പം ഗുഡ്സ് ഗാർഡിന്റെ പേര് മാറ്റി ട്രെയിൻസ് മാനേജർ എന്നാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ അസിസ്റ്റന്റ് സ്റ്റേഷൻ മാസ്റ്ററോ അല്ലെങ്കിൽ ട്രെയിൻസ് മാനേജറോ എന്ന് പറയുന്ന പോസ്റ്റ് വരെ നിങ്ങൾക്ക് അവിടെ എത്താൻ പറ്റും നമ്മുടെ ഈ ഒരു പോസ്റ്റ് വഴി. ഇനി അടുത്ത ട്രെയിൻ ക്ലർക്ക് ആണെങ്കിൽ നമുക്ക് പ്രൊമോഷൻ വഴി
സീനിയർ ട്രെയിൻ ക്ലർക്കും അതുപോലെ നമുക്ക് ചീഫ് ട്രെയിൻ ക്ലർക്ക് എന്നുള്ള പോസ്റ്റിൽ വരെയാണ് നമുക്ക് പ്രൊമോഷൻസ് വരുന്നത്. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക്, നമുക്ക് ഇവിടെ വരുന്ന ലെവൽ 3 പോസ്റ്റ് അത് മാത്രമാണ്. അപ്പോൾ ആ ഒരു പോസ്റ്റിൽ ജോയിൻ ചെയ്യുന്ന ഒരാൾക്ക് സീനിയർ കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക്, അതിനുശേഷം ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക്, അതിനുശേഷം ഡെപ്യൂട്ടി സ്റ്റേഷൻ മാസ്റ്റർ, ആ ഒരു പോസ്റ്റ് വരെ അവിടെ നമുക്ക് എത്താൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിന്റെ ഒരു ഫ്യൂച്ചർ. ലൈക്ക് നമ്മൾ ആ ഒരു പോസ്റ്റിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഒരു ഫ്യൂച്ചർ എങ്ങനെ ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതിന്റെ പ്രിപ്പറേഷനിലേക്ക് ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് പ്രിപ്പറേഷനിലേക്ക് കടക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓൾറെഡി ഒരുപാട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇപ്പം എക്സാംസ് നമുക്ക് ഈ പറഞ്ഞ പോലെ അടുത്ത വർഷം നമുക്ക് ഏകദേശം ഈ വർഷം നടന്നു വെച്ച് നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ജൂൺ ആ സമയത്തായിരിക്കണം എക്സാംസ്. അതിന് മുമ്പ് നടക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ വർഷം നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ ഒരു സമയത്തായിരുന്നു. അടുത്ത വർഷം ചിലപ്പോൾ അത്രയും ഡിലേ ആവാൻ സാധ്യതയില്ല, ചിലപ്പോൾ അതിനേക്കാളും മുമ്പേ നടക്കാൻ സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ജൂണിലായിരുന്നു ഈ വർഷം നടന്നത്. അപ്പം നമുക്ക് ഏകദേശം പ്രിപ്പറേഷൻ സമയം നോക്കിയാൽ നിങ്ങൾക്കറിയാം ഇപ്പം നമുക്ക് സെപ്റ്റംബർ ആണ്. സോ നോട്ടിഫിക്കേഷൻ വന്നാലും ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഈ ഒരു 6 മാസം സമയം നമുക്ക് എന്തായാലും കിട്ടും. ഓക്കെ, അത് കഴിഞ്ഞ് പിന്നെ എത്ര എക്സ്ട്രാ കിട്ടുമെന്ന് മാത്രം നമ്മൾ ആലോചിച്ചത്. ഇപ്പോൾ ഏപ്രിൽ, മെയ്, ജൂൺ നമുക്ക് കഴിഞ്ഞ വർഷത്തെ വെച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ വർഷം നടന്ന കഴിഞ്ഞ വർഷത്തെ നോട്ടിഫിക്കേഷൻ ഈ വർഷം നടന്ന എക്സാം വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 9 മന്ത്സോളം സമയം കിട്ടുന്നുണ്ട്. പക്ഷെ അടുത്ത വർഷം 9 മന്ത്സ് കിട്ടുമെന്ന് അറിയത്തില്ല. പക്ഷെ എന്തായാലും 6 to 7 മന്ത്സ് ഉറപ്പായിട്ട് നമുക്ക് കിട്ടും. സോ അതുകൊണ്ട് തന്നെ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. നല്ലൊരു ടൈം ഉണ്ട് പ്രിപ്പറേഷന് വേണ്ടി. ഈ ഒരു സമയം കൊണ്ട് അത്യാവശ്യം നല്ലപോലെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ ആദ്യമായിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിലും നിങ്ങൾക്കൊരു ബാച്ചിൻ്റെ കൂടെ ജോയിൻ ചെയ്ത് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിലും എൻട്രിയിൽ ഇതിന് വേണ്ടിയുള്ള ബാച്ചസും ഉണ്ട്. നമുക്ക് RRB NTPC 2026 വേണ്ടിയുള്ള സൂപ്പർ 30 ബാച്ചസ് ഉണ്ട്. ഈ ഒരു ബാച്ചസിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പം എന്താ പറയുക, നമുക്ക് ഒരു 6 മാസം സമയം ഉണ്ടായിട്ട് തന്നെ നല്ലപോലെ പ്രിപ്പയർ ചെയ്യാനുള്ള സമയമുണ്ട്. അപ്പോൾ ആ ടൈം നല്ലപോലെ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചസിലേക്ക് ജോയിൻ ചെയ്താലും നിങ്ങൾക്ക് ഇവിടെ ലൈവ് ക്ലാസ്സസ് കാണും, റെക്കോർഡ് ക്ലാസ്സസും കാണും. എന്നാൽ ഈ റെക്കോർഡ് ക്ലാസ്സസ് നിങ്ങൾ കണ്ട് മനസ്സിലാക്കി നിങ്ങളുടെ ആ ഒരു ടൈമിനനുസരിച്ച് നിങ്ങളിപ്പോൾ വർക്കിംഗ് ആകാം, ചിലപ്പോൾ ഈവൻ കോളേജിൽ പഠിക്കുന്നവർ പോലും ആകാം. ഇപ്പോൾ കോളേജിൽ പഠിക്കുന്നവരായാലും ഈ ഒരു എക്സാം എഴുതാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ നിങ്ങൾക്കുള്ള സമയം അനുസരിച്ച് നിങ്ങൾക്ക് ആ റെക്കോർഡ് ക്ലാസ്സസ് കണ്ടതിന് ശേഷം അതിന്റെ ലൈവ് ക്ലാസ്സസ് ഒക്കെ ഈവനിങ് ആയിരിക്കും പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈവനിങ് നിങ്ങൾക്ക് ബാക്കിയുള്ള നിങ്ങളുടെ ക്ലാസ്സസോ വർക്കോ എഫക്റ്റ് ആവാതെ തന്നെ നിങ്ങൾക്ക് ഈവനിങ് ടൈം ആ ലൈവ് ക്ലാസ്സസ് ഒക്കെ തന്നെ കാണാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ പ്രിപ്പയർ ചെയ്ത് പോകാൻ പറ്റും. നിങ്ങളുടെ ക്ലാസ്സസ് എഫക്റ്റ് ആവത്തുമില്ല. അതുകൂടാതെ തന്നെ ഇവിടെ കംപ്ലീറ്റ് സിലബസ് കവർ ആവും നിങ്ങൾക്ക് ഈ ഒരു സമയം കൊണ്ട്. അതുപോലെ മെന്റേഴ്സിന്റെ സപ്പോർട്ട് കാണും. നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി മെന്റേഴ്സിന്റെ സപ്പോർട്ട് കാണും. ഇത് കൂടാതെ തന്നെ മോക്ക് ടെസ്റ്റുകളും പ്രീവിയസ് ക്വസ്റ്റൻ ഡിസ്കഷൻസും ഒക്കെ തന്നെ ഉണ്ടായിരിക്കും. ഏറ്റവും ലേറ്റസ്റ്റ് നടന്നിട്ടുള്ള എക്സാമിന്റെ വരുന്ന അപ്ഡേറ്റ്സിൽ വരുന്ന അനുസരിച്ചുള്ള പ്രീവിയസ് ക്വസ്റ്റൻ ഡിസ്കഷൻസ് വന്നുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ കോർ ആയിട്ടുള്ള എല്ലാ ടോപ്പിക്സിന്റെ ഡിസ്കഷൻസും ഒക്കെ തന്നെ റെക്കോർഡ് ക്ലാസ്സിലും ലൈവ് ക്ലാസ്സസിലും പോകും. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സും ഡെയിലി ക്വിസുകളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് അവിടെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ബാച്ചിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞ് മനസ്സിലാക്കി നിങ്ങൾക്ക് ആ ബാച്ചസിലേക്ക് ജോയിൻ ചെയ്യാം. ഇംഗ്ലീഷിലുള്ള ബാച്ചസും ഉണ്ട്, മലയാളത്തിലുള്ള ബാച്ചസും ഉണ്ട്. നിങ്ങളുടെ എക്സാംസ് നമുക്ക് ഇംഗ്ലീഷിലും എഴുതാൻ പറ്റും, മലയാളത്തിലും എഴുതാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിന് വേണ്ടിയുള്ള സെപ്പറേറ്റ് ബാച്ചുകളും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചസിലേക്ക് ജോയിൻ ചെയ്ത് നിങ്ങളുടെ പ്രിപ്പറേഷൻ എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പിന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ 4 മാസമേ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇപ്പം നമ്മൾ എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. നിങ്ങൾക്ക് അത്യാവശ്യം പ്രിപ്പറേഷൻ എക്സ്ട്രാ സമയം കിട്ടും. നിങ്ങൾക്ക് അത് എത്രയും പെട്ടെന്ന് തീർത്തിട്ട് മോക്ക് ടെസ്റ്റുകളൊക്കെ ചെയ്ത് നിങ്ങളുടെ സ്കോർ മാക്സിമം കൂട്ടിയെടുക്കാം. എന്നുള്ള നിങ്ങളുടെ സ്കോർ അനുസരിച്ചാണ് നിങ്ങൾക്ക് കിട്ടുന്ന പോസ്റ്റിന് ഡിസൈഡ് ആവുന്നത്. നിങ്ങളുടെ സ്കോർ കുറവാണെങ്കിൽ നിങ്ങൾക്ക് അതിലെ ലോവർ പോസ്റ്റ് ആയിരിക്കും കിട്ടുന്നത്. നിങ്ങളുടെ സ്കോർ നല്ലതാണെങ്കിൽ അവിടുത്തെ ഏറ്റവും നല്ല പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ ചോയ്സിലുള്ള പോസ്റ്റിന് നിങ്ങൾക്ക് കിട്ടും. അപ്പം ജസ്റ്റ് എക്സാം ക്ലിയർ ചെയ്യുക എന്നുള്ളത് മാത്രമായിരിക്കില്ല ഗോള്, ഏറ്റവും നല്ല പോസ്റ്റിലേക്ക് എത്തുക എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ ഗോള്. അപ്പോൾ അതിനുവേണ്ടി എത്രയും പെട്ടെന്ന് തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 8714764666 എന്നുള്ള ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ബാച്ചസിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഈ ബാച്ചിനെ കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ലിങ്ക് വഴിയും ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം. നിങ്ങൾക്ക് ഡൗട്ട്സ് ചോദിക്കാം. അപ്പം ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞ് മനസ്സിലാക്കി നിങ്ങൾക്ക് ഈ ബാച്ചസിലേക്ക് ജോയിൻ ചെയ്യാം. ആൻഡ് ഓൺ ടൈം ആണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഓഫേഴ്സും ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഓഫേഴ്സിൽ നിങ്ങൾക്ക് എന്താ പറയുക, റെഡ്യൂസ്ഡ് പ്രൈസസിൽ ഓഫേഴ്സിലൊക്കെ നിങ്ങൾക്ക് ആ ഒരു ബാച്ചസിലേക്ക് ജോയിൻ ചെയ്ത് നിങ്ങളുടെ പ്രിപ്പറേഷൻ എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ ഈ ഒരു ഓപ്പർച്യൂണിറ്റി മിസ്സാക്കാതിരിക്കുക. എത്രയും പെട്ടെന്ന് തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. നോട്ടിഫിക്കേഷൻ വരുന്നവരെ വെയിറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഈ ഒരു അപ്ഡേറ്റ്സ് ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ കോളേജിൽ പഠിക്കുന്നവരാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു എക്സാംസ് എഴുതാൻ പറ്റും. നിങ്ങളുടെ 18 ഇയേഴ്സ് തൊട്ട് ഈ ഒരു എക്സാം എഴുതാൻ പറ്റും. അതുകൊണ്ട് തന്നെ നിങ്ങൾ കോളേജിൽ സെക്കൻഡ് ഇയർ തേർഡ് ഇയറിലൊക്കെ ഉള്ളവരാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇപ്പം പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ കോളേജ് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്കും ഇപ്പോൾ കോളേജിന് ലാസ്റ്റ് ഇയർ ആണെങ്കിൽ നിങ്ങൾ കോളേജിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമായിരിക്കും ഈ എക്സാംസ് നടക്കാൻ പോകുന്നത്.
അപ്പോഴത്തേക്കും നിങ്ങൾക്ക് ഗ്രാജുവേറ്റും എഴുതാൻ പറ്റും, അണ്ടർ ഗ്രാജുവേറ്റും എഴുതാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു കറക്റ്റ് ടൈം ആയിരിക്കും ഇപ്പം പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ. സോ ഈ ഒരു ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യാതിരിക്കുക. ഓക്കെ, അപ്പോൾ ഐ ഹോപ്പ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിൽ പറഞ്ഞ എല്ലാ പോസ്റ്റുകളുടെയും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും. ഓരോ പോസ്റ്റുകളുടെയും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ. കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയാനും നിങ്ങൾക്ക് ചാനലിന്റെ അകത്ത് നിന്ന് അവിടെ നിന്ന് നിങ്ങൾക്ക് അതിന്റെ വീഡിയോസ് ഒക്കെ തന്നെ അവിടെ ഉണ്ട്, സ്റ്റഡി പ്ലാൻസ് ഒക്കെ അവിടെ ഉണ്ട്, നിങ്ങൾക്ക് അതും അവിടെ നിന്ന് റെഫർ ചെയ്യാവുന്നതാണ്. പിന്നെ ചാനൽ ഫോളോ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇനിയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സും ഈവൻ ഇതിന്റെ നോട്ടിഫിക്കേഷൻ വന്നാൽ പോലും അത് കറക്റ്റായിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ആവാൻ, കറക്റ്റായിട്ട് അതിന്റെ അപ്ഡേറ്റ്സ് കറക്റ്റായിട്ട് അറിയാൻ ഒക്കെ തന്നെ നിങ്ങൾ ചാനൽ ഫോളോ ചെയ്തുകൊണ്ടേ ഇരിക്കുക. നോട്ടിഫിക്കേഷൻസ് ഓൺ ചെയ്ത് തന്നെ വെക്കുക, മിസ്സാക്കാതിരിക്കുക അപ്ഡേറ്റ്സ് ഒന്നും തന്നെ. ഓക്കെ, അപ്പോൾ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ഇതിന്റെയൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ്സ് വരുമ്പോൾ നമുക്ക് ഇവിടെ തന്നെ നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം. അപ്പോൾ താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്, നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക.